السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ചവൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അത്ഭുതം നിറഞ്ഞതും അതും അതിമഹത്തായതുമായ രണ്ട് സംഭവങ്ങളാണ് ഇസ്രാ മിഅ്റാജ് സംഭവം അഥവാ രാപ്രയാണവും ആകാശാരോഹണവും. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാം തന്നെ അള്ളാഹു അവരുടെ പ്രവാചകത്വം തെളിയിക്കുവാൻ ആവശ്യമായ മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനും ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹമാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുഅ്ജിസത്തായി നൽകിയത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗവും നരകവും ആകാശലോകവുമൊക്കെ കാണാൻ കഴിയുക എന്നുള്ള സൗഭാഗ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജിലൂടെ ലഭിച്ചത് എന്നാണ്. ഭൗമമണ്ഡലങ്ങൾ വിട്ട് ആകാശത്തിലെ ഗോളങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കുമൊക്കെ സാറ്റലൈറ്റ് വഴി മനുഷ്യരിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട ബുറാഖ് എന്ന വാഹനത്തിൽ കയറി റൂഹുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ ആകാശമണ്ഡലങ്ങളിലേക്ക് കയറിപ്പോയി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ട്. എന്നാൽ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുടെ വിശ്വാസം, ഗൈബിലുള്ള വിശ്വാസം, അദൃശ്യങ്ങളുടെ വിശ്വാസം മാറ്റുരക്കപ്പെട്ട സന്ദർഭമായിരുന്നു ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുമ്പോൾ സ്ഥലത്തില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇത് കേട്ട ആളുകളാണ് വിവരം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനത് വിശ്വസിച്ചു എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹത്തിന് ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിവരങ്ങൾ വരുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതിലപ്പുറമല്ല ഇത് എന്നാണ്, അല്ലേ?
വിശുദ്ധ ഖുർആൻ കൊണ്ടും അബൂ ഹുറൈറ, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബൂ സഈദ് അൽ ഖുദരി തുടങ്ങിയ പ്രഗത്ഭരായ 45ഓളം സഹാബിമാരിൽ നിന്നും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ബുഖാരി, മുസ്ലിം പോലെയുള്ള പ്രശസ്തരമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ. അപ്പോൾ ഈ സംഭവം ഒരു സത്യവിശ്വാസിക്ക് നിഷേധിക്കുവാൻ സാധിക്കാത്ത സംഭവമാണ്. അത്രയും ഉറപ്പായി വിശ്വസിക്കേണ്ട പരിശുദ്ധ ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. നുബുവത്ത് കിട്ടി 12ാമത്തെ വർഷം അഥവാ നബിയുടെ 52ാമത്തെ വയസ്സിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാകുന്നത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകം തയ്യാറാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വാഹനമായ ബുറാഖ് വാഹനത്തിൽ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശലോകത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയും അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളും സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് ഭൂമിയിൽ തന്നെ പ്രഭാതോദയത്തിന് മുമ്പ് തിരിച്ചെത്തുകയും ചെയ്ത സംഭവമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്ക് ഇസ്രാ അഥവാ രാപ്രയാണമെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശലോകത്തിലേക്ക് കയറിപ്പോയതിന് മേറാജ് അഥവാ ആകാശാരോഹണം എന്നുമാണ് പേര് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു യാത്രക്ക് അനിവാര്യമായ ചരിത്ര പശ്ചാത്തലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. പ്രവാചകന് താങ്ങായി തണലായി നിന്നിരുന്ന അബൂ താലിബ്, ഖദീജ ഇവരുടെ മരണങ്ങൾ ഉണ്ടായത് ഇതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ്. ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ഈ 2 മരണങ്ങളിലൂടെ പ്രവാചകന് അഭയം നഷ്ടപ്പെട്ടൊരവസ്ഥ. ഖുറൈശുകളുടെ മർദ്ദന പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ സഹായം തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫുകാരുടെ, നബിയുടെ അമ്മാവന്മാരായ തായിഫുകാരുടെ അടുത്തേക്ക് സഹായാഭ്യർത്ഥനയുമായി പോയതും അവർ അത് തിരസ്കരിക്കുകയും പ്രവാചകനെ ആട്ടിയോടിക്കുകയും ചെയ്ത സംഭവം, ഇതെല്ലാം തന്നെ പ്രവാചകൻ്റെ മനസ്സിന് അഗാധമായ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി. തിരിച്ച് മക്കയിലേക്ക് വന്നപ്പോൾ അവർ മക്കയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. മുത്തഇം ഇബ്നു അദീ എന്നുള്ള ഒരു അവിശ്വാസിയുടെ സംരക്ഷണത്തിലാണ് പ്രവാചകൻ മക്കയിൽ പ്രവേശിക്കുന്നത്. ഇതെല്ലാം പ്രവാചകൻ്റെ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കി. അള്ളാഹു താൻ ചെയ്ത വല്ല തെറ്റും കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്നെ കൈവിട്ടു പോയോ എന്നൊക്കെ പ്രയാസകരമായ അവസ്ഥ. അപ്പോഴാണ് സൂറത്തുൽ ളുഹ, ഖുർആനിലെ 93ാമത്തെ അധ്യായം സൂറത്തുൽ ളുഹ അവതരിപ്പിക്കുന്നത്. വല്ളുഹ വല്ലൈലി ഇദാ സജാ. ളുഹ പൂർവാഹ്ന സമയം തന്നെയാണ് സത്യം, ശാന്തമായ രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിൻ്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. പ്രബോധന രംഗത്ത് അല്പം ബുദ്ധിമുട്ടുകൾ വന്നു എന്നത് അള്ളാഹു നിന്നെ ഉപേക്ഷിച്ചു എന്നതിന് തെളിവല്ല അല്ലേ. ഇതിന് ശേഷം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം പ്രവാചകൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ വേണ്ടിയാണ് ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാകുന്നത്. ഇസ്രാ മിഅ്റാജിൻ്റെ പശ്ചാത്തലം ഇതാണ്. മനസ്സിൻ്റെ പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഒരു യാത്ര പോകാറുണ്ട്. യാത്ര പോകുമ്പോൾ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അകന്ന് കിട്ടും. അപ്പോൾ അതേമാതിരി റസൂലുള്ളാഹിയുടെ ഇസ്രാ മിഅ്റാജിൻ്റെ പശ്ചാത്തലം അതാണ് അല്ലേ. ഭൂമി ഇടുങ്ങിയതായി അനുഭവപ്പെട്ടപ്പോൾ അള്ളാഹു പ്രവാചകന് ഭൂമിയേക്കാൾ വിശാലമായ ഭൗമമണ്ഡലം വിട്ട് ആകാശലോകത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി അല്ലേ. പരിശുദ്ധ ഖുർആനിലെ 17ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 1ാമത്തെ വചനം തന്നെ അതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. രാത്രിയിൽ തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര നടത്തിയ പടച്ചവൻ പരിശുദ്ധനാണ്. ഇതാണ് ഇസ്രാ. ലിനുരിയഹു മിൻ അല്ലദീ ബാറക്നാ ഹൗലഹു. അതിൻ്റെ ചുറ്റുഭാഗത്തുനിന്ന് നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ. ലിനുരിയഹു മിൻ ആയാത്തിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ രാപ്രയാണം നടത്തിയിട്ടുള്ളത്. ഇന്നഹു വസ് സമീഉൽ അലീം. തീർച്ചയായിട്ടും
അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആകുന്നു എന്നാണ്. മിഅ്റാജിനെ കുറിച്ച് 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ സൂചന നൽകുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. തീർച്ചയായിട്ടും പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട് സിദ്റത്തുൽ മുൻതഹ എന്ന ഇലന്ത വൃക്ഷത്തിൻ്റെ അടുത്ത് വെച്ച്, ആകാശലോകത്തുള്ള അതിൻ്റെ അടുത്ത് തന്നെയാണ് ആവാസത്തിൻ്റെ കേന്ദ്രമായ സ്വർഗമുള്ളത് എന്ന് തുടങ്ങിയ ആയാത്തുകളിൽ അവസാനം പറയുന്നു ലിനുരിയഹു മിൻ ആയാത്തിനൽ കുബ്ര, ലിനുരിയഹു മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര. രക്ഷിതാവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആകാശലോകത്തിലേക്കും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്കുമൊക്കെ പ്രവാചകനെ കയറ്റിക്കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ഈ ആയത്തിലും പറയുന്നു. അപ്പോൾ ഇസ്രാ മിഅ്റാജ് സംഭവം വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും കാണുന്ന വിവരങ്ങളാണ് ഇത്. എന്നാൽ ഈ ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നിട്ടുള്ളത് രജബ് 27-നാണ് എന്നും അതുകൊണ്ട് ആ ദിവസം പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തണമെന്നും വാദിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ റജബ് മാസത്തിൽ ഇസ്ലാം കൽപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. റജബ് മാസം മറഞ്ഞു കാണാൻ പാടില്ല, അത് ദുശ്ശകുനമാണ്. റജബ് 27-ന് രാത്രിയിൽ പ്രത്യേകമായൊരു നമസ്കാരമുണ്ട്, മിഅ്റാജ് നമസ്കാരം, അത് നിർവഹിക്കണം. അന്ന് രാത്രി സൂറത്ത് ദുഖാൻ അഥവാ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യണം. പകൽ മിഅ്റാജ് നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കണം. അന്ന് പ്രത്യേക ഭക്ഷണങ്ങൾ വിതരണം ചെയ്യണം. തുടങ്ങിയുള്ള ആചാരങ്ങൾക്കൊന്നും തന്നെ ഇസ്ലാമിൽ അതിനൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിൽ റജബ് മാസം എന്ന് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധമാക്കിയ 4 മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഹജ്ജിൻ്റെ മാസങ്ങളായ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറവും അതുപോലെ തന്നെ ഇടയ്ക്ക് ഉംറ ചെയ്യുവാൻ റജബ് മാസവും അല്ലേ. ഇത് ഇസ്രാ മിഅ്റാജ് സംഭവത്തിന് മുമ്പ് തന്നെ അതിൻ്റെ മുമ്പേ പരിശുദ്ധമാക്കിയതാണ് ഈ 4 മാസങ്ങൾ. ഇസ്രാ മിഅ്റാജ് സംഭവം കൊണ്ടല്ല ഈ മാസങ്ങൾ പരിശുദ്ധമാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് മുമ്പ് തന്നെ ഈ മാസങ്ങൾ പരിശുദ്ധമാണ്. അപ്പോൾ ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് റജബ് 27-നാണ് എന്ന് ഖണ്ഡിതമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. റമദാൻ 17-നാണ് എന്നും ശവ്വാൽ 12-നാണ് എന്നും റബീഉൽ അവ്വൽ 17-നാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് അല്ലേ. ഈ പണ്ഡിതാഭിപ്രായങ്ങളും ഖുർആനും സുന്നത്തും എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ പറയുന്നത് ഈ വഹാദി ലൈല അല്ലത്തി ഹസല ഫിയൽ ഇസ്രാ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് സംഭവിച്ച രാത്രി ലം യഅത്തിൽ അഹാദീസു സഹീഹ തഈനുഹു, അതേത് രാത്രിയാണ് എന്ന് നിർണിതമായിട്ട് ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല. വകുല്ലു മാ വറദ ഫി തഈനിഹാ ഫഹുവ ഗൈറു സാബിത്തിൻ ഇൻദ അഹ്ലിൽ ഇൽം, അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇനി അങ്ങനെ റജബ് 27 എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ മുസ്ലിങ്ങൾക്ക് ആ ദിവസം പ്രത്യേകമായ ഒരു ആരാധനയോ പ്രത്യേകമായ ഒരു ആചാരമോ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 10-ലധികം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതിലൊന്നും തന്നെ പ്രവാചകൻ ഇങ്ങനെ ഒരു ആചാരങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും സഹാബികളെ നമുക്ക് ഉദ്ധരിച്ചു തരികയും ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് റജബ് ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് റജബ് 27-നാണ് എന്ന് ഖണ്ഡിതമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അങ്ങനെ രേഖപ്പെടുത്തിയാൽ തന്നെ അന്ന് പ്രത്യേകമായ ഒരു ആചാര അനുഷ്ഠാനങ്ങളും ഇബാദത്തുകളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. സത്യത്തിൽ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇസ്രാ മിഅ്റാജിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പറ്റിയ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ ജീവിതം പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമായിട്ടുള്ളതാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇസ്രാ മിഅ്റാജിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായല്ലോ.
അപ്പം അതേമാതിരി നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുകയും പടച്ചവനോട് സഹായം അഭ്യർത്ഥിക്കുകയുമാണ് വേണ്ടത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സൂറത്ത് ബലദിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവനല്ല വിശ്വാസി, അല്ലേ? നമ്മുടെ ഈ മാരകമായ കൊറോണ രോഗം, അതിനോടനുബന്ധിച്ചുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഒരുപാട് പേര് ആത്മഹത്യകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വിഷയത്തിൽ, ഭൗതികമായ വിഷയത്തിലുള്ളൊരറിവ്, മതപരമായ വിഷയത്തിലുള്ളൊരറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ചോദിച്ചാൽ മുഷാവറ നടത്തുകയും അവർക്ക് ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യണം, അത് പങ്കുവെക്കണമെന്ന് ഈ ഇസ്രാ മിഅ്റാജ് സംഭവം നമ്മെ ഉണർത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വക്ത് നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനോട് നിർദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് ബനി ഇസ്രായേലിൽ വളരെ വർഷക്കാലം പ്രബോധനം നടത്തിയ പരിചയമുള്ളത് കൊണ്ട് ഈ നമസ്കാരം കുറച്ച് കിട്ടാൻ നീ അള്ളാഹുവിനോട് പറയണം എന്ന് ഉപദേശിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പരിചയമാണ്, അനുഭവമാണ്. സമൂഹത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായതാണ്. അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് അവസാനിക്കുന്നത് നമസ്കാരം ഫർലാക്കുന്നതോടുകൂടിയാണല്ലോ. നമസ്കാരം അള്ളാഹു തിരുസന്നിധിയെ വിളിച്ചു വരുത്തി ഫർലാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തിയോടുകൂടി വിനയാന്വിതരായി നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്, അല്ലേ? പ്രവാചകനോട് സ്വർഗത്തിൽ കൂടെ താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞ ആളോട് പ്രവാചകൻ പറഞ്ഞത് ഫഅഇന്നി ബി കസ്റത്തി സുജൂദ്, സുജൂദിലൂടെ നീ എന്നെ സഹായിക്കണമെന്നാണ്. അപ്പം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ മേറാജാണ്, അഥവാ മേറാജ് എന്ന കാരിപ്പോകലാണ്. നമസ്കാരത്തിലൂടെ അവൻ അള്ളാഹുവിലേക്ക് കാരിപ്പോവുകയാണ്, അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ നമുക്ക് നൽകുന്ന മറ്റൊരു ഗുണപാഠം. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഏഷണി, പരദൂഷണം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അത് സമൂഹത്തിൽ അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടാക്കുകയും മാനുഷിക ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഇസ്രാ മിഅ്റാജ് സംഭവം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ രാവിൽ നരകൻ പ്രവാചകന് കാണിച്ചു കൊടുത്തു, സ്വർഗം കാണിച്ചു കൊടുത്തു. നരകം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ നീണ്ട നഖങ്ങളുണ്ട്, ചെമ്പിൻ്റെ നഖങ്ങളാണ്. ആ നഖങ്ങൾ കൊണ്ട് മുഖവും മാർവിടങ്ങളും മാന്തിക്കീറി അവർക്കുള്ള ശിക്ഷയാണത്. നരകത്തിൽ വെച്ച് അവർക്കുള്ള ശിക്ഷ പ്രത്യേക ശിക്ഷയാണ്. എന്താണ് ജിബ്രീലെ ഇവർക്ക് ഇത്തരം പ്രത്യേകമായ ശിക്ഷ നൽകുവാനുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഹൗലായില്ലദീന യഅ്കുലൂന ലുഹൂമന്നാസി വയഖഊന ഫീ അറാളിഹിം എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞത്. ഇവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണ്, എന്ന് വെച്ചാൽ മനുഷ്യന്മാരെക്കുറിച്ച് ഏഷണിയും പരദൂഷണവും പറയുന്നവരാണ്, അവരുടെ അഭിമാനങ്ങളെ പിച്ചിച്ചീന്തുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ്റെ അഭിമാനങ്ങളെ പിച്ചിച്ചീന്തുകയും മനുഷ്യർക്കിടയിൽ ഏഷണിയും പരദൂഷണവും പരത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇത്ര ഭയാനകരമായ ശിക്ഷയാണ് ലഭിക്കാനിരിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. അതുപോലെ ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി ജീവിതം പരിശുദ്ധമാക്കുക, പവിത്രമാക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതം നമ്മളിൽ നിന്നുണ്ടാവുക. ഇതാണ് ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജീവിതം ഇങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാക്കാതെ ഇത്തരം ചില ആചാരങ്ങൾ, ഇസ്ലാം കൽപ്പിക്കാത്ത ആചാരങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് പടച്ചവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ അമലുകൾക്കൊന്നും തന്നെ വില ഉണ്ടാവുകയില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുള്ള, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളുള്ള കർമ്മങ്ങൾ നമ്മൾ കാഴ്ചവെക്കുകയും ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി അത് സമർപ്പിക്കുകയും
അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.